ഇന്ന് റാസിൻ്റെ മദ്രസിൽ നബിദിനത്തോടനുബന്ധിച്ച് ഒരു മീലാദ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി അവന് ഇറങ്ങിയതാണ്. റിദുവിനെ കാണാതെ പ്രോഗ്രാമിന് ഇറങ്ങിയതാണ് ഞങ്ങൾ. അപ്പോഴേക്കും ഞങ്ങൾ താഴെ എത്തുമ്പോഴേക്ക് അവനിതാ റിദു ചാടിക്കളിച്ച് ഞങ്ങളെ പിന്നാലെ കൂടെ കൂടുന്നു. അങ്ങനെ അവനെയും കൂടെ കൂട്ടി ഞങ്ങൾ നേരെ മദ്രസയിലോട്ട് പോയി. യാ നബി ഹബീബി സയ്യിദി കിനാവിലൊന്നണയൂ സയ്യിദി യാ നബി ഹബീബി സയ്യിദി. അങ്ങനെ ഞങ്ങൾ വണ്ടി ഒക്കെ പാർക്കിങ്ങിലിട്ട് പ്രോഗ്രാം ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഞങ്ങൾ കുറച്ച് ടൈം ലേറ്റ് ആയിട്ടുണ്ട്. ഉദ്ദേശിച്ച പോലെ തന്നെ പ്രോഗ്രാമെല്ലാം തുടങ്ങി. ഹാളെല്ലാം ഫുള്ളായ അവസ്ഥയിലാണ് ഉള്ളത്. ഉദ്ഘാടകനായിട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ വന്നിരുന്നു. അവരൊക്കെ വന്ന് പോയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ മദ്രസയിലൊരു കുട്ടി ഹാഫിളായിട്ടുണ്ട്. ആ കുട്ടിയെ അനുമോദിക്കുന്നൊരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ തന്നെ വേറെയും അനുമോദന ചടങ്ങുകളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. വേറെ എന്തൊക്കെയോ ലോഗോ പ്രദർശനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഹാഫിളായ മോൻ്റെ അല്പം ഖുർആൻ പാരായണം നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞ് ബീഹാറിലെ കിഷൻഗഞ്ചിൽ വിദ്യാഭ്യാസ വിപ്ലവം തീർത്ത സുബൈർ ഹുദവിയുടെ പ്രസംഗവും നടക്കുകയുണ്ടായി. എന്തൊക്കെയാണെങ്കിലും റാസിക്കും മാധുവിനൊക്കെ ബോറടിച്ചൊരു ഭാഗത്തായിട്ടുണ്ട്. മറ്റൊരാൾ സെൽഫിയൊക്കെ എടുത്ത് സ്വന്തം സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിലോ നല്ലൊരു അച്ചടക്കമുള്ളൊരു ശ്രോതാവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ മാസ് ഹൈറ്റായിട്ടുള്ള ദഫ്മുട്ട് പ്രോഗ്രാം ആരംഭിക്കുന്നത്. നമുക്ക് കുറച്ച് നേരം ദഫ് പ്രോഗ്രാം കണ്ടാലോ? ദഫ് പ്രോഗ്രാമിന് ശേഷം മൗലൂദ് പാരായണവും ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് എല്ലാവർക്കും ബിരിയാണിയൊക്കെ കയ്യിലെത്തിച്ച് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് സലാത്തും ചൊല്ലി ഞങ്ങളെല്ലാവരും പിരിഞ്ഞു പോന്നു. അങ്ങനെ സമയം രാത്രി 12 മണിക്ക് കഴിഞ്ഞെങ്കിലും ബിരിയാണിയൊക്കെ കിട്ടിയ സന്തോഷത്തിൽ പിള്ളേരിതാ ഓടിച്ചാടി തിരിച്ചു പോവുകയാണ്.